സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നാം ഇന്ന് ഏറെ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ആഗോളതലത്തിൽ ചിന്തിക്കുമ്പോൾ ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം, സാമ്പത്തികമായ മാന്ദ്യം, യുദ്ധത്തിൻ്റെ ഭീഷണി, ദാരിദ്ര്യം, മൈഗ്രേഷൻ, ഇതെല്ലാം നാം കണ്ടുമുട്ടുന്ന പ്രശ്നങ്ങളാണ്. നമ്മുടെ നാട്ടിലാണെങ്കിലും ജോലിയില്ലായ്മ, കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലം കർഷകർ കഷ്ടപ്പെടുന്നു, കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, അങ്ങനെ ഒത്തിരിയേറെ പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യേ ജീവിക്കുമ്പോൾ നമുക്കെന്താണ് പ്രത്യാശിക്കാനുള്ളത്? നമുക്കെങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും? ഞാൻ ചിന്തിക്കുകയാണ്, ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടെ കടന്നു പോകുന്ന അവസരം, അതിനു മുമ്പായിട്ട് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും മോശ ഇസ്രായേൽ ജനത്തെ വിമോചിച്ച് കാനാൻ ദേശത്തേക്ക് പോകുന്ന അവസരത്തിൽ അവരെ ചെങ്കടലിൻ്റെ അടുത്ത് ചെന്നപ്പോൾ മുൻപിൽ കടൽ, പിൻപിലേക്ക് നോക്കിയപ്പോൾ ഫറവോൻ്റെ സൈന്യം ഇവരെ പിന്തുടരുന്നത് കാണുന്നു. ഇവരെ മോശയെ കുറ്റപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടിയാണ് ഞങ്ങളെ കൊണ്ടുവന്നത്? ഇവിടെ ഞങ്ങളിവിടെ നശിക്കാൻ വേണ്ടിയാണോ? അപ്പോൾ മോശ കർത്താവിനോട് കരഞ്ഞപേക്ഷിക്കുന്നുണ്ട്, കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ ജനം അവരുടെ കരച്ചിൽ നീ കേൾക്കുന്നില്ലേ? അപ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യം പറയുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. നമുക്കറിയാം എന്താ സംഭവിച്ചെന്നറിയാം. അവർക്ക് വഴി തുറന്നു കിട്ടി. അവർ സുരക്ഷിതമായിട്ട് കാനാൻ ദേശത്തേക്ക് പോകാനുള്ള സാഹചര്യം ഉരുവായി. ഇതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലും നമ്മൾ ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം അവസരം തരും. നാം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ സംരക്ഷണയിൽ കഴിയുന്നവരായിത്തീരണം. നമുക്കറിയാമല്ലോ, ബൈബിളിൽ ധൂർത്തപുത്രൻ്റെ ഉപമയുണ്ട്. ആ ധൂർത്തപുത്രൻ അവൻ്റെ വീട്ടിൽ സുഖമായിട്ട് കഴിയുന്ന അവസരം ഉണ്ടായിരുന്നു. അവന് അപ്പനും അമ്മയും സഹോദരങ്ങളും ജോലിക്കാർ, ഇഷ്ടംപോലെ പണം, ഇഷ്ടംപോലെ ഭക്ഷ്യവസ്തുക്കളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ കരുതി, ഞാൻ പുറത്തു പോയി ഇഷ്ടം പോലെ എനിക്ക് ജീവിക്കാം. ചിലപ്പോൾ അവൻ്റെ കൂട്ടുകാരവനെ പ്രേരിപ്പിച്ച് കാണും. ഏതായാലും അവൻ പുറത്തു പോയപ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. ആ പിതാവിൻ്റെ സംരക്ഷണയിൽ നിന്നും പുറത്തുപോയ അവസരം മുതൽ അവൻ ഓരോന്നോരോ നഷ്ടപ്പെട്ടു. ആദ്യം അവൻ്റെ പണം തീർന്നുപോയി, കൂട്ടുകാർ വിട്ടുപോയി, ജോലിയില്ല, ഭക്ഷണമില്ല, അവസാനം പന്നിക്കൂട്ടിൽ പോകേണ്ട വന്നു. അപ്പോൾ ഇത് അവൻ സ്വയം വരുത്തി വെച്ചതാണ്. ഞാൻ ഓർക്കുകയത്, നമ്മൾ ദൈവത്തിൻ്റെ സംരക്ഷണയിൽ നിന്നും അകന്നു പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ദൈവത്തിൻ്റെ സംരക്ഷണയ്ക്ക് തിരിച്ചു വരണം. ആ ധൂർത്തപുത്രൻ ചെയ്തത് അങ്ങനെയാണ്. അവൻ അവസാനം ചിന്തിച്ചു, എൻ്റെ പിതാവിൻ്റെ ഭവനം എത്രയോ പേര് സുഭിക്ഷമായി കഴിയുന്നു, ജോലിക്കാർ പോലും സുഭിക്ഷമായി കഴിയുന്നു. ഞാൻ തിരികെ വന്നു കഴിഞ്ഞാൽ പിതാവ് എന്നെ സ്വീകരിക്കും. അപ്പോൾ നാം കാണുന്നുണ്ട്, ആ പിതാവ് തിരിച്ചു വന്ന പുത്രനെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഇന്ന് ആവശ്യമായിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ളതാണ്. നാം ഓരോരുത്തരും ദൈവത്തിങ്കിലേക്ക് തിരിയണം. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കണം. വിശുദ്ധ ഫൗസ്തീന പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല, നിത്യമായ നാശത്തിലേക്ക് പോവുകയില്ല. അപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം കിട്ടും. 91 സങ്കീർത്തനം പറയുന്നുണ്ട്, അത്യുന്നതൻ്റെ സംരക്ഷണയിൽ കഴിയുന്നവരും ദൈവത്തണലിൽ ജീവിക്കുന്നവരും ഭാഗ്യവാന്മാർ. അപ്പം നമ്മൾ ആ ഭാഗ്യം നഷ്ടപ്പെടുത്താതെ ആ ഭാഗ്യം നമ്മൾ തന്നെ സ്വീകരിക്കണം. നമുക്കറിയാം, ഈ ഈസ്റ്റർ കഴിഞ്ഞ് പുതു ഞായറാഴ്ചയാണ് കരുണയുടെ തിരുനാളായിട്ട് ആഗോള സഭയിൽ ആചരിക്കുന്നത്. അത് വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ തോമാസ് ശ്ലീഹായുടെ തിരുനാളിന് ആഘോഷിക്കുന്നുണ്ട് പുതിയ ഞായറാഴ്ചയായിട്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ആദ്യം ഈശോയുടെ ഉയർപ്പിക്കപ്പെട്ട ഈശോയുടെ തിരുവിലാവിൽ തൊട്ടതാരാണ്? തോമാസ് ശ്ലീഹയാണ്. അപ്പോൾ തോമാസ് ശ്ലീഹായുടെ തിരുനാൾ ദിവസം തന്നെ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുക എന്നുള്ളത് ഒരു വലിയ ദൈവാനുഗ്രഹം ഞാൻ പറയും. കർത്താവിൻ്റെ തിരുവിലാവിൽ നിന്നും രക്തവും ജലവും പുറപ്പെട്ടു. 2 രശ്മികൾ, വെള്ളയും നീലയും രശ്മികൾ ആ കർത്താവിൻ്റെ കരുണയുടെ ആ പടത്തിൽ കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കരുണ നമ്മളെ സ്വീകരിക്കുവാൻ തയ്യാറാണ്. കൂടാതെ
ദൈവകരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് അനേകം പേരിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ അതൊരു ഡിപ്പോസിറ്റായിട്ട് നമുക്ക് സ്വീകരിക്കാം. നാം ബാങ്കിൽ പണം ഇടാറുണ്ട് എന്നതുപോലെ തന്നെ നമ്മുടെ ഓരോ ദിവസത്തെയും കരുണയുടെ ജപമാല ചൊല്ലി ആ ഡിപ്പോസിറ്റിലേക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വലിയ ഡിപ്പോസിറ്റ് ഉണ്ടാകും. സ്പിരിച്വൽ ഡിപ്പോസിറ്റ്, ഡിവൈൻ മേഴ്സി ഡിപ്പോസിറ്റ് വേണേൽ പറയാം നമുക്ക്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണം കിട്ടും. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുമ്പോൾ നിരാശപ്പെടേണ്ടി വരികയില്ല. ദൈവം നമ്മെ കൈപിടിച്ച് നടത്തും. ആ വലിയ പ്രത്യാശ നമുക്കുണ്ടാകണം. അപ്പം നമുക്കും കരുണയുടെ പ്രഘോഷകരായി തീരാം. ദൈവത്തിൻ്റെ കരുണ ഒരിക്കലും നമ്മെ കൈവിടുകയില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി എത്ര പാപിയാണെങ്കിലും ദൈവകരുണയിൽ ആശ്രയിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ദൈവം ഒരിക്കലും നമ്മെ കൈവിടുകയില്ല. അതുകൊണ്ട് ഇന്നത്തെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ താൽക്കാലികമാണ്. നിത്യജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ വിശ്വാസമാണെന്ന്. വിശ്വാസത്തോടെ ജീവിക്കുന്നവർ, വിശ്വാസം പ്രഘോഷിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോകുകയില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല, നിത്യം ജീവിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അത് ജീവദായകമാണ്, സൗഖ്യദായകമാണ്. ആ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ ദൈവവചനം നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്നതാണ്. അതിലും വലിയ ഒരു സമ്പത്തായിട്ട്, സമ്മാനമായിട്ട് ദൈവം നൽകിയിരിക്കുന്നതാണ് വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും നശിക്കുകയില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല, നിത്യം ജീവിക്കും. അപ്പം നിത്യം ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള കാര്യങ്ങളെല്ലാം ഈശോ തന്നിട്ടുണ്ട് നമുക്ക്. നമ്മത് സ്വീകരിച്ചാൽ മതി. നമ്മൾ കർത്താവിൻ്റെ കൂടെ നടന്നുകൊണ്ട് കരുണയിൽ ആശ്രയിച്ച് ഈ നിത്യജീവിതത്തിലേക്കുള്ള ആ കാര്യങ്ങളെല്ലാം ചെയ്ത് വിശ്വാസത്തോടെ ജീവിക്കുക, ദൈവവചനം പാലിച്ച് ജീവിക്കുക, വിശുദ്ധ കുദാശകൾ സ്വീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ശക്തിപ്പെടുക. അങ്ങനെ ആത്മീയമായ ശക്തിയോടെ ജീവിക്കുമ്പോൾ ദൈവം നമ്മെ സംരക്ഷിക്കും, സംശയമൊന്നുമില്ല. അതുകൊണ്ട് ധൂർത്തപുത്രനെ പോലെ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുവാനുള്ള അവസരമാണ്, പ്രത്യേകിച്ച് നോമ്പ് കാലത്ത്. അതോടൊപ്പം തന്നെ നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ലോകം ഈ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന് മാത്രമേ നമ്മെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റ് ആർക്കും, മറ്റൊരു ശക്തിക്കും നമ്മളെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. കാരണം ഈശോ ലോകത്തിലേക്ക് വന്നത് ലോകരക്ഷകനായിട്ടാണ്. നാം വിശ്വാസപ്രമാണം ചെല്ലുന്നുണ്ടല്ലോ, സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആ ഏക ദൈവത്തെ നമ്മുടെ ആശ്രയം, ഏകരക്ഷകനായ ഈശോയിലാണ് നമ്മുടെ വിശ്വാസം. അത് രണ്ടുമുണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ടതില്ല. മറ്റെല്ലാ കാര്യങ്ങളും ദൈവം തന്നുകൊള്ളും. ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിന് സംരക്ഷണം കിട്ടും, ദൈവത്തിൻ്റെ പരിപാലനം അനുഭവിക്കാൻ സാധിക്കും. ഈ പ്രതിസന്ധികളുടെ മധ്യേയും ദൈവം നമ്മെ സംരക്ഷിക്കും. അപ്പം ദൈവകരുണയിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല. അതിനു വേണ്ടിയിട്ട് ശാലോം കൂട്ടായ്മ തുടങ്ങിയിരിക്കുന്ന കരുണയുടെ വാതിൽ എന്നുള്ള ആ പ്രോഗ്രാം തീർച്ചയായിട്ടും ലോകത്തിന് മുഴുവനും ദൈവത്തിൻ്റെ കരുണ ലഭിക്കുവാനുള്ള ഒരു അവസരമാണ്. നമുക്ക് അതിനോട് സഹകരിച്ച് കഴിയുന്ന രീതിയിൽ എല്ലാ ദിവസവും കൂടുതൽ തവണ ദൈവകരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തിപരമായിട്ട് ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ പല പ്രാവശ്യം കരുണക്കൊന്ത ചെല്ലുവാനുള്ള അവസരം നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യം എന്നതുപോലെ നമുക്ക് ഏറ്റെടുക്കാമത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും നമ്മുടെ നാടിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാനുള്ള ആ വലിയ ദൗത്യം നമുക്കുണ്ട്. ആ ദൗത്യം ഏറ്റെടുക്കുവാനായിട്ടുള്ള വലിയ മനസ്സ് നമുക്ക് ഇവർക്കുണ്ടാകട്ടെ. ഈ ശാലോം കൂട്ടായ്മയിലേക്ക് നമ്മൾ എത്ര ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു എന്നുള്ളത്, എത്ര കരുണക്കൊന്ത ചൊല്ലി എന്നുള്ളത് അറിയിക്കുകയാണെങ്കിൽ അതെല്ലാം കൂടി ഒരു ഡിപ്പോസിറ്റായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ വലിയൊരു ശക്തി കിട്ടും. അത് ആ ദൈവകരുണയുടെ ഒരു കൂട്ടായ്മയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഈ കാലഘട്ടത്തിന് യോജിച്ച വിധത്തിൽ ദൈവത്തിൻ്റെ കരുണ നമ്മൾ ഏവരുടെയും കുടുംബങ്ങളിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നാട്ടിലും ലഭിക്കുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ ഈ ദൗത്യം ഏൽപ്പിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം.
പ്രത്യേകിച്ച് ഈ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന പുതിയ ഞായറാഴ്ച ആ ദിവസങ്ങളിലൊക്കെ, ആ ദിവസങ്ങൾ മാത്രമല്ല, ഈ നമുക്ക് സാധിക്കുന്ന എല്ലാ ദിവസങ്ങളിലും എത്ര പ്രാവശ്യം ചെല്ലാൻ സാധിക്കുമോ അത്രയും കൂടുതലായിട്ട് ചെല്ലുമ്പോൾ നാം അത് തീർച്ചയായിട്ടും ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കുവാനുള്ള സാഹചര്യമൊരുക്കും. അതോടൊപ്പം തന്നെ തിന്മയുടെ ശക്തികളെ അകറ്റി നന്മയിൽ ജീവിക്കുവാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വിവിധ മേഖലകളിൽ ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കുവാനുള്ള അവസരമായി തീരും. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അതോടൊപ്പം തന്നെ ഈ പ്രേക്ഷകരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്കുയോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗതനായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ കരുണയുടെ ജപമാലയിൽ ഭാരതത്തെയും ഭാരത സഭയെയും പ്രത്യേകം കർത്താവിൻ്റെ കരുണയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാരതം മുഴുവൻ യേശുവിനെ അറിയാൻ, അവിടുത്തെ വചനം നിറയുവാൻ, ദൈവത്തിൻ്റെ ആത്മാവ് ഭാരതം മുഴുവൻ സഭയിലൂടെ വ്യാപിക്കുന്നതിന് വേണ്ടി, നിറയുന്നതിന് വേണ്ടി ഈ കരുണയുടെ ജപമാലയിൽ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും
പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് കാഴ്ചയെ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനാഥനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു.
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനാഥനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു.
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതനിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും